ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിമോട്ട് കൺട്രോളിന്റെ കാറാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ റിമോട്ട് കൺട്രോളിന്റെ കാർ ഇതാണ്. അപ്പൊ നമ്മളൊരു ചെയിൻസോടെ എഞ്ചിൻ വെച്ചാണ് ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ കുറച്ച് പൈപ്പ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് കാറിന് വേണ്ടി ഒരു ചെയിസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈപ്പെല്ലാം കൂടെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ ഒരു ചെയിസ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെയിസ് ഒന്ന് നന്നായിട്ട് പെയിൻറ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിയറിംഗ് സിസ്റ്റമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പം നമ്മളൊരു പൈപ്പിൻ്റെ പീസ് ഇതുപോലെ വെൽഡ് ചെയ്ത് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ രണ്ട് പില്ലോ ഷാഫ്റ്റ് ബെയറിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റിയറിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ കാണിച്ച ആ ഷാഫ്റ്റിലോട്ട് നമ്മുടെ ആ ബെയറിങ്ങിൻ്റെ ആ ഒരു പോർഷൻ നെട്ടും ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം. ഇനി നമുക്ക് ഇതുപോലൊരു ഫ്രീ വീല് നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിലെ ആ ഒരു പോർഷനിലോട്ട് വെച്ച് വെൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു ഷാഫ്റ്റിലോട്ടാണ് നമ്മുടെ ഫ്രീ വീലിൻ്റെ ആ ഒരു പോർഷനും ബാക്കിലെ രണ്ട് വീലും ഈ ഒരു ഷാഫ്റ്റിലോട്ട് ഇട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ രണ്ട് ബെയറിങ്ങും കൂടെ വേണം. ഈ ബെയറിങ് നമ്മുടെ ഷാഫ്റ്റിലോട്ട് കയറ്റിടാൻ വേണ്ടിയിട്ടാണ്. ഈ ബെയറിങ്ങിൽ നിന്നാണ് നമ്മുടെ ഷാഫ്റ്റ് കറങ്ങുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചേസിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമ്മുടെ ഈ ബെയറിങ് രണ്ടും കറക്റ്റായിട്ട്
വെച്ച് നമുക്ക് നെട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് സ്റ്റിയറിംഗ് സിസ്റ്റവും കൂടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ നെട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ എൻജിനാണ് നമ്മുടെ കാറിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ എൻജിൻ നമ്മുടെ കാറിൻ്റെ ചേസിലോട്ട് ഇത് വെച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ കൊച്ചു പിള്ളേരുടെ സൈക്കിളിൻ്റെ 2 വീലാണ് ഇവിടെ കാറിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഷാഫ്റ്റിലോട്ട് ഈ 2 വീലും കയറ്റിയിട്ട് നെട്ടും ബോൾട്ട് ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്കിലെ വീലിനെക്കാട്ടി കുറച്ചുകൂടെ ചെറിയ വീലാണ് നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ അവിടുത്തെ ഒരു ഷാഫ്റ്റിലോട്ട് നമുക്ക് ഈ 2 വീലും കൂടെ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു തടി പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ തടിയുടെ ആ ഒരു പീസിൻ്റെ ഭാഗം നമുക്ക് കാറിൻ്റെ ആ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ ബാക്കിലായിട്ട് വെച്ച് ഇതുപോലെ നെട്ടും ബോൾട്ട് ഇട്ട് നമുക്കത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ 2 സെർവോ മോട്ടർ വേണം. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് സ്റ്റിയറിംഗ് സിസ്റ്റത്തിനും ഒന്ന് ആക്സിലേറ്ററിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആക്സിലേറ്റർ പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ സെർവോ മോട്ടർ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പിടിപ്പിക്കാൻ പോണത് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ സെർവോ മോട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് അതും കൂടെ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് സെർവോ മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ കേബിൾ പിടിപ്പിച്ചു കൊടുക്കണം. നമ്മളിവിടെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ റാഡിൻ്റെ സെൻട്രലായിട്ടൊരു ഹോളിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹോളിലോട്ട് സെർവോ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കയറ്റിയിട്ട് നമ്മൾ 2 സൈഡിലും നെട്ടും ബോൾട്ട് ഇടുകയാണ്.
ഞാനിവിടെ FS-i6 എന്നൊരു റിസീവറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 6 വോൾട്ട് വരുന്ന ഒരു പവർ സപ്ലൈ കൂടെ വേണം. ഇനി നമുക്ക് റിസീവറിലോട്ട് നമ്മുടെ പവർ സപ്ലൈ കണക്ട് ചെയ്യണം. ഞാനിവിടെ ചാനൽ നമ്പർ 4 നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റമാണ് കണക്ട് ചെയ്യുന്നത്. ചാനൽ നമ്പർ 3 നമ്മുടെ ആക്സിലേറ്ററിൻ്റെ ആ ഒരു സെർവേയും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 7.4 വോൾട്ട് വരുന്നൊരു ലിപ്പോ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലിപ്പോ ബാറ്ററി നമ്മുടെ പവർ സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം ആക്സിലേറ്ററൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചാണ് നമ്മൾ കാറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ റിമോട്ടിൻ്റെ പേര് FS-i6 എന്നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ വളയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആക്സിലേറ്ററും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആക്സിലേറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിസീവറും പവർ സപ്ലൈയും നമ്മുടെ ബാറ്ററിയൊക്കെ നമുക്കൊരു ടൈ ഉപയോഗിച്ച് ഒരു സൈഡിലോട്ട് കെട്ടി വെക്കാം. നമ്മൾ ഈ ഒരു ചെയിൻ ഉപയോഗിച്ചാണ് നമ്മുടെ എൻജിനിൽ നിന്നുള്ള ഡ്രൈവ് നമ്മുടെ ബാക്കിലെ വീലിലോട്ട് എടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ചെയിൻ എൻജിനും ബാക്കിലെ ഫ്രീ വീലുമായിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിനി എൻജിന് ബാക്കിലായിട്ട് നമ്മളൊരു ഫ്യൂവൽ ടാങ്ക് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി കുറച്ച് ഫ്യൂവൽ കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം.
ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മാക്സിമം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ വീഡിയോസ് കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.